പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ റോഷി, കബീൽ പിതാവിന്റെ വാക്കുകൾ കേട്ടാൽ അറിയാം, ക്രൈസ്തവ സഭ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും മഞ്ഞുരുകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സമുദായ സംഘടനകൾ ഈ കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. JB കോശി റിപ്പോർട്ടിലാകട്ടെ, അതിനൊപ്പം ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചതാണ്. പരിഗണന വേണം എന്ന് മുന്നോട്ട് വെച്ച ആവശ്യമാണ്. ഇപ്പോൾ ജോസ് കെ മാണി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ഈ സഭകൾ ഉയർത്തുന്ന ആവശ്യം ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് സഭകൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കം സർക്കാർ നടത്തുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. റോഷിയും ഗോപാലുമാണ് വിവരങ്ങൾ നൽകിയത്. ഗോപാൽ ശിലാസനിലാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDF സർക്കാരിനെ സംബന്ധിച്ച് ഗുണകരമായേക്കാവുന്ന ഒരു തീരുമാനമാണ്. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ തുടർച്ചയെന്ന് വേണം നമ്മളതിനെ കരുതാൻ. നാളെ 300A ചട്ടപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന നടത്തും. പ്രസ്താവനയെ തുടർന്ന് തങ്ങൾ നടത്തിയിരിക്കുന്ന നിയമനങ്ങൾക്കുള്ള അംഗീകാരം നൽകണം എന്നാണ് ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കബീൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.